വയനാട് പുൽപ്പള്ളി പടിച്ചിറയിൽ ജനവാസ മേഖലയിൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. ജനവാസ മേഖലയിൽ നിന്ന് 50 മീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടുകൾ വീണ്ടുകീർന്നതായും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാടിച്ചിറയിൽ ജനവാസ മേഖലയിലുള്ള ക്വാറിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്ന ആരോപിച്ചാണ് ഇവർ മാസങ്ങളായി പ്രതിഷേധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ക്വാറിയിലേക്ക് ഒരു പ്രതിഷേധ സമരം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് വരുന്ന ലോറികൾ, അതായത് സാധനങ്ങൾ കയറ്റിപ്പോകുന്ന കല്ലുകൾ കയറ്റി പോകുന്ന ലോറികൾ തടയുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഇന്ന് ക്വാറി പ്രവർത്തിക്കുന്നില്ല. എന്തായാലും ഇന്ന് ഇവരെ പ്രതിഷേധം അറിഞ്ഞുകൊണ്ടാണ് ഈ ക്വാറി പ്രവർത്തിക്കാതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ക്വാറിക്ക് സമീപമായും തന്നെ വീടുകളുണ്ട്. ഈ വീടുകളിലേക്ക് ക്വാറിയിൽ നിന്ന് പൊട്ടിക്കുന്ന ഈ ചീളുകളെല്ലാം തെറിച്ച് വീടുകൾക്ക് വിണ്ടു കയറുന്നെന്നും ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർക്കും പറയുന്നുണ്ട്. ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോട് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം പോകുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ നേരത്തെ തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അപ്പം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുന്നില്ലേ? പ്രതിഷേധം സംഘടിപ്പിച്ച് കുറച്ച് ദിവസത്തേക്ക് ഇവർ സ്ഫോടനം കുറച്ച് കഴിഞ്ഞാലും ആ ഒരു പ്രതിഷേധത്തിന്റെ സ്വരം കുറച്ച് കുറയുന്ന സമയത്ത് ഇവർ ഉഗ്ര സ്ഫോടനം നടത്തി ഈ നാട്ടിലെ വീടുകളടക്കം തകരുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അത്തരം ഒരു ദ്രോഹകരമായ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സമരസമിതി ഇതിൽ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങും. കാരണം ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചീടുകൾ തെരച്ചു വരുന്നതാണ്. ഇത് സ്ഫോടനം കഴിയുമ്പോൾ വീടുകൾ വിണ്ട് കീറി അങ്ങോട്ട് പോവുകയാണ്. ഇതുപോലെ പശുവിനെ കറങ്ങാൻ ഒരു 4 മണിയാകുമ്പോൾ ഇവന്മാർ ഇവിടെ പൊട്ടിക്കൽ തുടങ്ങും. ഇത് കണ്ട് ഭൂമി കുലുങ്ങാണ് വരുന്നുണ്ട്. ഇന്നലെ പശുവിനെ കറന്നുകൊണ്ട് ആ പശു ചോര വലിച്ച് കാലെടുത്ത് പാലിൻ്റെ പാത്രത്തിൽ വെക്കാൻ തുടങ്ങുന്നു. ഒരു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സംരക്ഷണവും ഇല്ല. ഇവരിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി എന്താ ചെയ്യുന്നത്? ഇവർ ഈ ക്വാറി ഇനി ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങളിവിടെ ഒരു പുതിയ വീട് വെച്ച് വന്നിട്ട് 1 വർഷമായുള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തി മുകളിൽ തുടങ്ങി താഴോട്ട് 2 സ്ഥലത്ത് വിണ്ട് കയറി. പുതിയ വീടെന്ന് പറഞ്ഞാൽ ഇത്ര വേഗം പൊട്ടുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഈ ക്വാറിയുടെ പ്രകമ്പനം കൊണ്ടാണല്ലോ അത് പൊട്ടേണ്ടി വരുന്നത്. ഇന്ന് നാട്ടുകാരെ പ്രതിഷേധം മുൻകൂട്ടി കണ്ടാവണം. ഇന്ന് ക്വാറി പ്രവർത്തിക്കുന്നില്ല. മറ്റു ലോറികളോ മറ്റു വാഹനങ്ങളോ ഇല്ല. എന്തായാലും ഈ പ്രതിഷേധം ക്വാറി പൊട്ടുന്നവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.